സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സഹാബികളുടെ കൂട്ടത്തിൽ ഏറെ ത്യാഗം അനുഭവിച്ച വ്യക്തിത്വമാണ്. ഹിദായത്തിൻ്റെ വെളിച്ചം തേടി അന്വേഷിച്ച് അവസാനം മക്കയിലെത്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഷഹാദത്ത് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ ഭാര്യയോട് പറഞ്ഞു, പണ്ടങ്ങാണ്ടോ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ പൊതി എടുത്തുകൊണ്ടുവരിക എന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ പൊതി എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ പൊതി അഴിച്ചപ്പോൾ അത് കസ്തൂരിയായിരുന്നു. വളരെ സുഗന്ധം വമിക്കുന്ന ആ കസ്തൂരി വെള്ളത്തിൽ ചാലിച്ച് ആ റൂം മുഴുവൻ, അദ്ദേഹം മരണത്തെ കാത്തുകിടക്കുന്ന ആ മുറി മുഴുവൻ തളിക്കുകയും സുഗന്ധഭൂരിതമാക്കുകയും ചെയ്തു. എന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, നീ വെളിയിൽ നിൽക്കുക, വാതിൽ ചാരി നീ വെളിയിൽ നിന്നുകൊള്ളുക എന്ന് പറഞ്ഞു. സുഗന്ധം ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആളുകൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ കടന്നു വരും എന്ന്. പ്രിയപ്പെട്ട ഭാര്യ വാതിൽ ചാരി പുറത്ത് കാത്തുനിന്നു. സമയം കുറേ കഴിഞ്ഞു. ഒരുപാട് സമയത്തിന് ശേഷം പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്ന രംഗമാണ് കണ്ടത്. മലക്കുകളെ കാത്തു കിടന്ന് സുഗന്ധം പൂശി ഈ ലോകത്തോട് ഷഹാദത്ത് പറഞ്ഞ് നല്ല മരണം വരിച്ച മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ ഉത്തമ മാതൃകയാണ്. അള്ളാഹു അദ്ദേഹത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.